ഇന്ന് നമുക്ക് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. LMRK അലയൺ മയൂര റോയൽ കിങ്ഡം അതിന്റെ സ്ഥാപകൻ, അതിനെ നയിക്കുന്ന രജിത് കുമാറാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ അപ്പിയർ ചെയ്തിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. താങ്കളെ കുറിച്ചൊരു മുഖവരിയുടെ ആവശ്യമൊന്നുമില്ല. ആൻഡ് വി ആർ സോ ഗ്ലാഡ് ടു ഹാവ് യു ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ഈ മുരുകനെ കുറിച്ചുള്ള താങ്കളുടെ ടോക്സ് ഒക്കെ ഇപ്പോൾ വളരെയധികം വൈറലാണ്. ധാരാളം ആൾക്കാർ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ മുഖവരയൊന്നുമില്ലാതെ ലെറ്റ് മീ ഷൂട്ട് ഔട്ട് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഈ മുരുകയുഗം എന്ന് പറഞ്ഞ് താങ്കളുടെ ഒരുപാട് ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. താങ്കൾക്ക് എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടായത്? താങ്കളും ലോർഡ് മുരുകനുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കുറച്ചുകൂടെ ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂവിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ റിയാലിറ്റി ആയിട്ടുള്ള ഒരു വ്യൂവിൽ ഈ ചർച്ച കൊണ്ടുപോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സംവാദം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ റൂട്ടിൽ നിന്നാണ്. അതായത് ഈ മുരുകയുഗം എന്ന് പറയുന്നത് ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് താങ്കൾ ഈ പറയുന്ന മുരുകയുഗം എന്നുള്ളത്? കാരണം ഞാൻ താങ്കളുടെ പല ഇന്റർവ്യൂസും സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു സിഗ്നിഫിക്കന്റ് കാലഘട്ടത്തെക്കുറിച്ച് താങ്കൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് ഈ മുരുകയുഗം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് മുരുകയുഗം? ഐ മീൻ, ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ ഈ യുഗത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഓക്കെ, അങ്ങ് ചോദിച്ചത് ആദ്യത്തെ ചോദ്യം എന്ന് മുതലാണ് മുരുകയുഗം, എത്ര കാലം, അതിന്റെ കാലഘട്ടം, ഏത് കാലഘട്ടത്തിലാണ്, അതിലെ ലക്ഷ്യം എന്താണ്, അതിന്റെ അടയാളങ്ങൾ എന്താണ്, അതാണ് ചോദ്യം. ഇത് മുരുകയുഗം സ്റ്റാർട്ട് ചെയ്യണത് അതിന്റെ ആസ്ട്രൽ എർത്തിൽ. നമുക്ക് ആസ്ട്രൽ എർത്ത്, അതായത് നമുക്കിപ്പോ ഫിസിക്കൽ ബോഡി ഉള്ള പോലെ ഒരു ആസ്ട്രൽ ബോഡി ഉണ്ട്, എല്ലാ ശരീരത്തിലും ഉണ്ട്. ഓറ എന്ന് പറയുന്നത് ആസ്ട്രൽ ബോഡിക്കാണ് ഓറ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലും എഫക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഓറയിൽ ആസ്ട്രൽ ബോഡിയിൽ എഫക്ട് ചെയ്തിട്ടാണ് ഫിസിക്കൽ ബോഡിയിലേക്ക് എഫക്ട് ആവുക. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സമാധി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിസിക്കൽ ബോഡി വേണ്ടാന്ന് വെച്ചിട്ട് ആസ്ട്രൽ ബോഡിയിൽ അവർ വർക്ക് ചെയ്യും. കാരണം അവർ ഹൈ ലെവലില് ഉയർന്ന ലെവലിൽ എത്തിയ ആൾക്കാരായ കാരണം അവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കും. ആ ഫിസിക്കൽ ബോഡി വേണ്ടാന്ന് ആസ്ട്രൽ ബോഡിയിൽ വർക്ക് ചെയ്യും. നമ്മുടെ പ്രധാനപ്പെട്ട അമ്പലങ്ങളൊക്കെ സിദ്ധർ സമാധിയാണ്. ഭോഗനാഥ സിദ്ധർ സമാധിയാണ് പഴനിമല. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അഗസ്ത്യ സമാധിയാണ്. ചിദംബരം തിരുമൂലർ സമാധിയാണ്. നമ്മുടെ ഇവിടെ തിരുപ്പതി കൊങ്ങണം സിദ്ധർ സമാധി. അപ്പൊ ഈ സമാധി എന്ന് പറയുമ്പോൾ ആസ്ട്രൽ ബോഡി, അവർ ഫിസിക്കൽ ബോഡി അവിടെ വേണ്ടാന്ന് വെച്ചിട്ട് ആസ്ട്രൽ ബോഡി വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അതേപോലെ ഭൂമിക്കൊരു ആസ്ട്രൽ എർത്ത് ഉണ്ട്, ഫിസിക്കൽ എർത്ത് പോലെ ആസ്ട്രൽ എർത്ത്. 2013 മുതൽ ആസ്ട്രൽ എർത്തില് മുരുകയുഗം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു അടയാളം വെച്ച് കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കൂട്ടം, പ്ലീഡിയൻ സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറയും. അതിലുള്ള എനർജി ധാരാളം വരുന്ന ഒരു സമയം അവിടെ ആരംഭിക്കുകയാണ് ഫിസിക്കൽ ആസ്ട്രൽ എർത്തിൽ. അത് മെല്ലെ 2020 എത്തിയപ്പോൾ ഫിസിക്കൽ എർത്തിൽ അപ്ലൈ ചെയ്തു. ഫിസിക്കൽ എർത്തില് മുരുകയുഗം സ്റ്റാർട്ടായി. അതിനൊരു അടയാളാണ് നമ്മളെ എല്ലാ യുഗങ്ങളും. ഒരു യുഗം കഴിഞ്ഞ് വേറെ യുഗം ആരംഭിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും, ഒരു പ്രളയം വരും. പ്രളയം വന്ന എല്ലാം ഇല്ലാതായിട്ട് വീണ്ടും ആരംഭിക്കും. ആ വീണ്ടും ആരംഭിക്കുമ്പോഴാണ് ആ ഒരു യുഗം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും മിനിമം രീതിയിൽ 2020 ലോകം നിശ്ചലമായി, സീറോയി. കാരണം കൊറോണ ടൈമിൽ എല്ലാം നിശ്ചലമായ ഒരു അവസ്ഥയായി, സീറോയി. പിന്നെയാണ് അതിന്റെ മുരുകയുഗം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ 2020 അതിന്റെ ഫിസിക്കൽ എർത്തിലും മുരുകയുഗം ആരംഭിച്ചു. ഇനി എന്താണ് അതിന്റെ അടയാളങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടയാളങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും കാലഘട്ടം എത്ര കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു 1500-2000 വർഷം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് മുരുകയുഗം. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോ. ഇനി ഒരുപാട് കാലം ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവും. 2013 തുടങ്ങിയ മുരുകയുഗം 1000-1500 വർഷം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. 2020 ഫിസിക്കൽ എർത്തിൽ അത് ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, നമ്മുടെ ഇതില് പ്രധാനപ്പെട്ട കുമാരികാണ്ഡം എന്നുള്ള ഒരു സ്ഥലം ഒരുപാട് കാലം മുമ്പ് നമ്മുടെ വേറൊരു ഗ്രഹത്തിൽ നിന്ന്, ഇപ്പൊ നമ്മള് ഈ നാസക്കാരൊക്കെ എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ട് വേറെ സ്ഥലങ്ങളിൽ മനുഷ്യർ വസിക്കാൻ പറ്റുമോ.
അങ്ങനെ വേറൊരു ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിപ്പെട്ട കുറെ ആൾക്കാർ, അവരാണ് കുമാരികാണ്ഡത്തിലെ ആൾക്കാർ. അവരുടെ നേതാവായിരുന്നു മുരുകഭഗവാൻ. ആ മുരുകഭഗവാനാണ് തമിഴ് എന്നുള്ള ലാംഗ്വേജ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഒരു ദൈവത്തിന് ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്യാറില്ല. പക്ഷെ മുരുകനെ മാത്രം തമിഴ് കടവുൾ മുരുകൻ എന്ന് പറയും. അതിന് കാരണം ആ ഭാഷ ലോകത്തിന് കൊടുത്തത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങൾക്ക് കൊടുത്തത് മുരുകഭഗവാനാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ തമിഴ് ആൾക്കാർ പ്രധാനപ്പെട്ട കുറച്ചും കൂടി കടും തമിഴ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ അങ്ങനത്തെ ആൾക്കാർ അവരുടെ മുപ്പാട്ടിലാണ് മുരുകൻ എന്ന് പറയും. മുപ്പാട്ടെന്ന് പറഞ്ഞാൽ ഫോർഫാദർ, പിതാമഹൻ. അത് കാരണം അദ്ദേഹം അവരുടെ നേതാവായിരുന്നു, ദളപതിയായിരുന്നു, രാജാവായി, ദൈവമായി അങ്ങനെ ഇരുന്ന ഒരാളാണ്. അപ്പൊ ആ കാലഘട്ടത്തിലെ കുമാരികാണ്ഡത്തിന്റെ കണക്ഷൻസ് തിരിച്ചു വരും മുരുകയുഗത്തിൽ. രണ്ട്, ശരിക്കും ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ കാണുന്ന ആറുപടവീട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള നമുക്കറിയാവുന്ന പഴനി, തിരുത്തണി അങ്ങനെയുള്ള സ്വാമിമല ആറുപടവീട് ആ കാലത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ഈ ആറുപടവീട് ഈ കടലെടുത്ത് പോയപ്പോൾ അവിടുന്ന് റിപ്ലിക്ക തിരിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്, മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് തമിഴ്നാട്ടിലെ ആറുപട വീട്. ശരിക്കും ആറുപട വീട് എന്ന് പറഞ്ഞാൽ 6 ആർമി ക്യാമ്പാണ്, അമ്പലമല്ല. അപ്പൊ ഈ 6 ആർമി ക്യാമ്പ് ഇവിടെ കൊണ്ട് റിപ്ലിക്ക വെച്ചതാണ്. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ തിരിച്ചു വരും. അന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാരൊക്കെ കണക്ഷൻ തിരിച്ചു വരും. ഭാരതം സൂപ്പർ പവർ ആവും. തമിഴ് സിദ്ധന്മാരുടെ കാര്യം, അതും തമിഴ് കലാചാരവും അത് ലോകം മുഴുവൻ വ്യാപിക്കും. ഇതാണ് ഇതിന്റെ അടയാളങ്ങളായിട്ട് വരുന്നത്. അത് ഭാരതത്തിൽ തിരിച്ച് ലോകഗുരു എന്നുള്ള പൊസിഷനിൽ എത്തി ലോകത്തിനെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സമയത്ത് നടക്കും. ഇതാണ് മുരുകയുഗത്തിന് അടയാളങ്ങൾ. സാർ, ഈ ഒരു കാലഘട്ടം, അതായത് നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഈ കാലഘട്ടവും ഈ മുരുകയുഗവും തമ്മിൽ എവിടെയൊക്കെയാണ് ചേർന്ന് പോകുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഒരു സിംബോളിക്കൽ ആയിട്ടുള്ള ഒരു ഒത്തൊരുമ കാണുന്നത്? ഇപ്പൊ നമ്മള് മുരുകയുഗം ഞാൻ 2013 സംസാരിച്ചപ്പോ ഞാൻ മാത്രമേ സംസാരിക്കണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് ആൾക്കാര് മുരുകയുഗത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇടുന്നു, സംസാരിക്കുന്നു. അത് മാത്രം, പിന്നെ നമുക്കറിയാം ഭാരതത്തിലൊരു കുതിച്ച് യാത്ര, അതിന് ശേഷം ഉണ്ടായ ഒരു കുതിച്ച് യാത്ര ഉണ്ടാകുന്നത്. പിന്നെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് ഇനി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ ഇത്തരം സംഭവങ്ങളിലൂടെ മുരുകയുഗത്തിന്റെ ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ യാത്രയുടെ കുറെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യത്തിലൂടെ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഫ്യൂച്ചർ ഇതിൽ അത് കൂടുതൽ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് മുരുകയുഗം. ഈ സാധാരണ യുഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്സോ കാര്യങ്ങളോ ഒക്കെയാണ്. പക്ഷെ താങ്കൾ പറയുന്ന വേറൊരു തലമാണ്, ഈ മുരുകയുഗത്തിന്റെ വേറൊരു തലമാണ് പറയുക. ഇതിനകത്ത് ഇപ്പോ ഇത് പേർഷ്യൻ സാമ്രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നു, മംഗോളിയൻ ഡൈനാസ്റ്റികളിലൂടെ കടന്നു പോകുന്നു ഈ മുരുകയുഗം. അതിന്റെ വഴി ഇപ്പോൾ റഷ്യ, സ്വിറ്റ്സർലാൻഡ്, ചൈന, ടർക്കി ഇതുവഴിയൊക്കെ പോകുന്നു. ഇപ്പൊ ഈ സാമ്രാജ്യം എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്നാം ചേരിയാണോ, അല്ലെങ്കിൽ ഒരു ശാക്തികമായിട്ടുള്ള ഒരു ചേരിയാണോ? എന്താണ് ഈ മുരുകയുഗത്തിന്റെ ഒരു പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു സിഗ്നിഫിക്കൻസ് ഇപ്പോൾ ഉള്ളത്? വളരെ വ്യക്തമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. പടിഞ്ഞാറിന് തള്ളി ഏഷ്യൻ ചേരി പവർഫുൾ ആവും. ഏഷ്യ കുറച്ചും കൂടെ പവർഫുൾ പൊസിഷൻ. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. ഭാരത സൂപ്പർ പവർ ആയിരുന്നു, ഏഷ്യ പവർ ആയിരുന്നു, പടിഞ്ഞാറ് വളരെ ഡൗൺ ആയിരുന്നു. ഒരു സാധനം തിരിഞ്ഞു വന്നപ്പോൾ പടിഞ്ഞാറ് ടോപ്പ് ആവുകയും അവര് നമ്മളെ ഏഷ്യ മുഴുവൻ സൈഡ് അടക്കി ഭരിച്ച് അവര് മേധാവി. ഇത് തിരിച്ചു വരുന്ന ടൈമാ. ഭാരതം അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഭാരതം അതിനെ കൺട്രോൾ ചെയ്ത്, അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഇതൊക്കെ ഇപ്പൊ ഈ ആൾക്കാർ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ചാനലിലും കാണുന്ന റഷ്യ, ഇന്ത്യ, ചൈന എന്നുള്ള ഡിസ്കഷൻ 2023 മുതല് ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോ RIC അതിപ്പോ എല്ലാവരും ചർച്ച ചെയ്യണം. ഇപ്പൊ നമ്മുടെ മോദിജി ചൈനയിൽ പോയപ്പോ ഭയങ്കര വാർത്ത മൂലമാണ്. പക്ഷെ 2023 ഭഗവാൻ ഒരു ഡ്യൂട്ടി നമ്മൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയ അതിന്റെ ഒരു ശാക്തികമായി പവർഫുൾ ആയിട്ട് വരും. പുതിയൊരു ലോകക്രമം ഉയർന്നു വരും.
ഈ മുരുക യുഗത്തിന് ഞാൻ എപ്പോഴും താങ്കളെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചു, അഫ്ഗാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒരുപാടുള്ള ഒരു ഡൗട്ടുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ 15 ഗോത്രങ്ങൾ അഫ്ഗാനിസ്ഥാനിലുണ്ട്, 15ലധികം ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളുടെ ഭാഷകളിൽ പലപ്പോഴും തമിഴിന്റെ സ്വാധീനമുണ്ടെന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സ്വാധീനമുള്ള അതേ ഭാഷ, ഒരു വാക്കുകൾ നമുക്ക് ലക്ഷദ്വീപിലെ ചില സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആത്മീയമായിട്ടുള്ള, ഈ ഗാന്ധാരമായിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെയുള്ള പഴയ മിത്തുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അനവധി ഗോത്രങ്ങൾ അവിടെയുണ്ട്. അപ്പൊ ഈ പേർഷ്യ, ടർക്കി, ഇറാഖ് അങ്ങനെയുള്ള അവിടെയുള്ള ഗോത്രങ്ങളെല്ലാം ഇവിടെയുമായിട്ട് കണക്റ്റഡുമാണ്, ഈ സ്ഥലങ്ങളുമായിട്ട്. ഇപ്പൊ റഷ്യ, ഇറാൻ, ബലൂചിസ്ഥാനുമായിട്ട് പോലും കണക്റ്റഡ് ആണ് ഈ അഫ്ഗാനിസ്ഥാനിലുള്ള ഗോത്രങ്ങൾ. അപ്പോ ഈ പ്രദേശങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടേതായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇതെല്ലാം കൂടിച്ചേരുന്നതാണോ ഈ മുരുകസ്ഥാനം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ മുരുകന്റെ രാജ്യം എന്ന് പറയുന്ന ഒരു സാധനം, ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണോ? ഇത് ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയണം. മുരുകരാജ്യം എന്ന് ഞാൻ മുമ്പ് പറയുന്ന കുമാരികാണ്ഡം ആ ഏരിയ അല്ല. പക്ഷെ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആഫ്രിക്ക സൈഡിൽ മഡഗാസ്കർ വരെയും ഇപ്പത്തെ ആസ്ട്രേലിയ വരെയും നീണ്ടു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു, ഇന്ത്യയായിട്ട് ടച്ച് ചെയ്തത്. അതാണ് കുമാരികാണ്ഡത്തിൽ. പക്ഷെ ഈ കടലെടുത്ത് പോയപ്പോൾ ഇതൊക്കെ കഷ്ണങ്ങളായിട്ട് പോയ സ്ഥലങ്ങളാണ്. ജപ്പാനും കൊറിയ, മലേഷ്യ, അങ്ങനെയുള്ള കഷ്ണങ്ങളും കുറെ കടലിന്റെ ഉള്ളിലും ആയിട്ട് ഇപ്പൊ ഇന്ത്യ, ഓസ്ട്രേലിയ അങ്ങനെ കിടക്കുന്നത്. അത് സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടത്. കാരണം ഇവിടുത്തെ ജീവജാലങ്ങൾ അവിടെ മഡഗാസ്കറിലും കണ്ട് അങ്ങനെ അവര് പഠനം നടത്തിയിട്ട് ലുമേറിയ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്, ലുമേറിയ. പക്ഷെ തമിഴ് ബുക്കുകളില് ആ സ്ഥലത്തിന് കുമാരികാണ്ഡം, സ്കന്ദപുരാണത്തിലും പല പുസ്തകങ്ങളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സംഘകാലഘട്ടം ശരിക്കും കുമാരികാണ്ഡത്തിന്റെ സമയത്തുള്ളതാണ്. പക്ഷെ ഈ കടലെടുത്ത് പോയപ്പോൾ ഇതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ആൾക്കാർ മൈഗ്രേറ്റ് പോയില്ല. ആ മൈഗ്രേറ്റ് ചെയ്ത് പോയതിന്റെ ആൾക്കാരെ നമുക്ക് ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടാൻ സാധിക്കും. അപ്പൊ ഇതിനൊരു ഉദാഹരണത്തിന് പറയും, നമ്മളെ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു ഡ്യൂട്ടി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ അത് കൊണ്ടുവരാം. എന്റെ എല്ലാ മാർക്കും ഫസ്റ്റ് ഡ്യൂട്ടി 2018 ചെയ്യുന്നത്. അത് ഒരു മയൂര സിംഹാസനം വെച്ച് ഇംഗ്ലണ്ടിലെ, ബ്രിട്ടനിലെ ഗ്രീനിജിലും ടൈം സോണിൽ പ്രതിഷ്ഠിക്കുക ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്രീനിജ് ടൈം സോൺ എന്ന് പറഞ്ഞാൽ 0 പോയിന്റ് ആണത്. 0 എന്ന് വേണം എല്ലാം ആരംഭിക്കാൻ. ഞാൻ പറഞ്ഞു 2020 ഫിസിക്കൽ എർത്തിൽ ആരംഭിച്ചത്. പക്ഷെ 2018 0 നമ്മുടെ ഭഗവാന്റെ എനർജി കൊണ്ട് സ്ഥാപിച്ചു ഞങ്ങൾ, ഭഗവാന്റെ ഡയറക്ഷനിൽ. അതിന് കാരണം ഭഗവാൻ പറഞ്ഞത് 0ന്റെ എനർജി എടുത്തിട്ട് വേണം ആ എനർജി ലോകം മുഴുവൻ കൊണ്ടുപോകാൻ. ഒരു കാലത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ മനസ്സിലായത് ഭാരതം ഉജ്ജയിനായിരുന്നു 0 ടൈം സോൺ. 0 ടൈം സോൺ ആയിട്ട് ആ പഴയ ലോകം കണക്കാക്കിയിരുന്നത് ഉജ്ജയിനായിരുന്നു, ഭാരതത്തിലെ മധ്യപ്രദേശിലുള്ള ഉജ്ജയിൻ. ഇപ്പോഴും നമ്മുടെ പഞ്ചാംഗങ്ങൾ റെഡി ചെയ്യണത് ഉജ്ജയിൻ ടൈം വെച്ചിട്ടാ. ഇന്ത്യ മുഴുവൻ ഒരേ ടൈം സോൺ എന്ന് പറഞ്ഞാലും സമയത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ കേരളത്തിലെ സമയം ഉജ്ജയിനൊക്കെ ആയിട്ട് ഒരു 20-23 ഉജ്ജയിനൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളൊരു ടൈം സോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഈ ഉജ്ജയിൻ 0 ടൈം സോൺ ആയി. അതാകുമ്പോ പിന്നെ ഭാരതത്തിലേക്ക് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ബ്രിട്ടീഷുകാർ അവരുടെ 0 ടൈം സോൺ ആയിട്ട് ഗ്രീനിജ് ലോകം അംഗീകരിച്ചു. അത് എനർജി തിരിച്ച് ഭാരതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് ഭാരതത്തിൽ ഉയർത്തിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വെച്ചത്. അപ്പൊ അത് വെക്കുമ്പോ ഈ ഉജ്ജയിനിലുള്ള ഒരു മഹാരാജാവ്, വിക്രമാദിത്യ മഹാരാജാവ്, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കീഴിൽ 9 പേര്, കാളിദാസനടക്കം വരാഹമികരനടക്കം 9 പേരുടെ മുകളിൽ അദ്ദേഹം അത്രയും ടോപ്പായിട്ടുള്ള ആൾ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും സാമ്പത്തികമായിട്ട് ഭാരതം ഉയർന്നൊരു സമയം. ഇദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള കീഴിലുള്ള സ്ഥലങ്ങളാണ് അങ്ങ് പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനും ഏരിയ മൊത്തം. ഈ പഴയ 6 പട വീട് കുമാരികാണ്ഡത്തിന്റെ സമയത്ത് ഒരു 6 പട വീട് ഉജ്ജയിനായിരുന്നു. അപ്പൊ ഈ കണക്ഷൻസ് അന്ന് കാലത്ത് തൊട്ട് ഈ അഫ്ഗാനിസ്ഥാൻ ഏരിയയിലൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ഭാഗം നമ്മൾ ആസ്ട്രേലിയയിലെ അബോർജിൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവിടുത്തെ ആദിമ നിവാസികൾ. ശരിക്കും അവരാണ് ആസ്ട്രേലിയക്കാര്, അവരാണ്. ബാക്കിയുള്ളവരൊക്കെ കുടിയേറുന്നവരാണ്. അവരുടെ വാക്കുകളിൽ നമുക്ക് ഈ തമിഴ് വാക്കുകളെ കാണാൻ പറ്റും. അതേമാതിരി ഞാൻ അവിടെ വെച്ചിട്ട് ഒരു ആളെ പരിചയപ്പെട്ടു, ആസ്ട്രേലിയയിൽ വെച്ചിട്ട്. അവിടെ ഒരു ബ്ലൂ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതാണ് വേറൊരു പടവീട്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന പടവീട്. ഈ അവിടെ വെച്ചിട്ട് ഞാനൊരു കോളിൻ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ആർക്കോളജിസ്റ്റ് ആണ് അവിടെ ആസ്ട്രേലിയയിൽ. അദ്ദേഹത്തിനൊരു തിയറി ഉണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, അതായത് കുമാരികാണ്ഡത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ആസ്ട്രേലിയ അബോർജിയൻസ്. അവിടെ ഒരു ലയൺ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡ്, സിംഹത്തിന്റെ തലയുള്ള ഒരു ഐലൻഡ്.
അവിടെ അവിടുത്തെ രഹസ്യങ്ങളൊക്കെ വെച്ച് താമസിക്കുന്ന സമയത്ത് ഈ പ്രളയം വന്നു. അവിടുന്ന് നേരെ പോയിട്ട് ഈജിപ്തിലെ പിരമിഡിന്റെ അവിടെ പോയി അവിടെ താമസിച്ചു. ഇവിടുന്ന് കുടിയേറിയ ആൾക്കാരാണ് പിരമിഡിന്റെ ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ലയൺ ഐലൻഡിനെ പോലെ അവിടെ അവരൊരു കാര്യം ഉണ്ടാക്കി. സിംഫണീസ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും വെച്ച് നോക്കിയാൽ ഒരേ അളവാണ്, ഒരേ മാതിരിയാണ്. ഇവിടുന്ന് കുടിയേറിയിട്ട് അവിടെ പോയി താമസിച്ചു. അതിന്റെ അടിയിൽ തമിഴ് ലെറ്ററുള്ള ബോട്ടുകളൊക്കെ കണ്ടെടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവം മുരുകന്ന് കണക്ട് ചെയ്ത് പോയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാരുടെ പിൻതലമുറക്കാരൊക്കെയാണ് ഇവര്. അതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണം നമ്മുടെ ഇറാഖിൽ കാണുന്ന യസീദികളാണ്. യസീദികൾ യാസിദ് തെക്കുന്ന് സിദ്ധിച്ചു വന്നതാണ്. അതാണ് അതിന്റെ അർത്ഥം. അവരുടെ അമ്പലങ്ങളിൽ ഹിന്ദു രീതിയിലാണ് അമ്പലങ്ങൾ. അപ്പൊ ഇവർക്ക് മയിലിന്റെ മേലെ നിൽക്കുന്ന ഒരു മാലാഖയാണ് അവർ പൂജിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇവര് ഒരു കാലത്ത് കുമാരകാലത്തിന്റെ സമയത്ത് പ്രളയം എടുത്ത് പോയപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോയി ആ പഴയ നമ്മളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടുപോയി അവരുടേതായ ഒരു ആചാരക്രമങ്ങളിലൂടെ കൊണ്ടുവിടും. കാരണം മരുഭൂമിയിൽ മരുഭൂമിയിൽ ഒരു മയില് അതിന് മേലെ മാലാഖ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അവരത് വെച്ചിട്ട് ആ സംസ്കാരമായിട്ട് കൊണ്ടുപോകുന്ന ടൈമായി. ഈ അടുത്ത് നമ്മുടെ ഈ യാത്രയിൽ ഞാൻ ഈ അടുത്ത ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ നമ്മുടെ ഒരു യാഗത്തിൽ കൊണ്ടുവരണം. കാരണം അവർക്ക് ഒരു എനർജി കൊടുക്കണം. നമ്മുടെ നിങ്ങൾ പഴയ ഒരു കണക്ഷനുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു ന്യൂസ് വന്നു. അവര് കാർത്തിക്സ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാർത്തിക്സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയണത്. അപ്പൊ അവരുടെ എനർജി വന്ന് കിട്ടിയത് സ്പാർക്കായിട്ട് ഞങ്ങൾ ഭാരതമായിട്ട് കണക്ട് ചെയ്താന്നുള്ള ഒരു കണക്ഷൻ കിട്ടിയില്ല. അപ്പൊ അന്ന് നേരത്തെ ചോദിച്ച പോലെ ഇതെല്ലാം ഈ കുമാരികണ്ടത്തുനിന്ന് വിട്ടുപോയതിന്റെ പിന്തുടർക്കാരാണ്. അവരുടെയിലൊക്കെ ആ എനർജി സൂക്ഷിച്ച് കിടക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ആ എനർജീനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മ കിട്ടും. അവരൊക്കെ ഈ മുരുകയുഗത്തിൽ വീണ്ടും യോജിക്കും. സാർ, ഈ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എന്നോട് താങ്കളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണേന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു ചോദ്യം മുരുകൻ ചൊവ്വയിൽ നിന്നാണോ വന്നത് എന്നുള്ളതാണ്. പക്ഷെ ഞാനപ്പോ അവരോട് തിരിച്ചു പറഞ്ഞത് ഈ ചോദ്യം വേണോ, മുരുകൻ ചൊവ്വയിൽ നിന്നാണോ? അപ്പൊ അവര് പറഞ്ഞു ഇല്ല, അത് ചോദിക്കണം. കാരണം ഒരുപാട് വായ്മൊഴിയായിട്ട് ഒരുപാട് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് മുരുകൻ ചൊവ്വയിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇത് നിറയെ ആൾക്കാർ പറയണ ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതേമാതിരി ഒരു ബോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ കുട്ടി ഈ അടുത്ത കാലത്താണ്. ഈ അടുത്ത കാലത്ത് ആളൊരു സംഭവം, ആളെ കുറിച്ച് ന്യൂസ് വന്നു. ചെറിയ ചെക്കനായിരുന്നു, എനിക്ക് 10-20 കൊല്ലം മുമ്പാ. ആളെ കുറിച്ച് പറഞ്ഞത് പറയണത് ഞാൻ ചൊവ്വേന്ന് വന്ന ആളാണ്. കുമാരികാണ്ഡത്തിലെ ആൾക്കാർ കണക്ഷൻ ഇപ്പൊ ആളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ അടുത്തൊരു വിവരം വന്നു. മിസ്സിംഗ് എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ ആ സംഭവം വെച്ചിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഇതിന്റെ ഉത്തരം എനിക്കറിയാം, പറയാറായിട്ടില്ല. സോറി. പക്ഷെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് ചോദിക്കും. ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിനെ വീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയില്ല ഇതിനു മുമ്പ് ഇപ്പൊ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ഉത്തരങ്ങൾ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവരും നമുക്ക് ഉത്തരം തരുന്നില്ല. ആധ്യാത്മികമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ എന്റെ തുടർച്ച അല്ലെങ്കിൽ ഞാൻ വന്നത് എവിടെ നിന്നാണ് എന്ന് അറിയാനുള്ള ഒരു അവകാശം എനിക്കത് തരുന്നില്ല. അവർ പറയുന്നത് അത് അറിയാനുള്ള ഒരു ആഗ്രഹം പോലും നിന്നിൽ അഹങ്കാരം ഉണ്ടാക്കും എന്നാണ് പല ആധ്യാത്മിക ഗുരുക്കന്മാരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത് അറിയാനും പോകുന്നില്ല. പക്ഷെ എങ്കിലും ശാസ്ത്രം അത് അറിയാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ചൊവ്വയിൽ നിന്നാണ് മുരുകൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ട്രാവലിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും അവരുടെ? അതിനൊരു പ്രധാന കാര്യം ഒന്ന്, അവർക്ക് അറിയാവുന്ന ഒരു എനർജി. ഇപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇപ്പോ ഭഗവാന്റെ പഴനിമലയുടെ വിഗ്രഹം അത് നമ്മുടെ ഗോവർദ്ധനാണ് വെച്ചിരിക്കുന്നത്. അത് വെക്കണ സമയത്ത് കലിയുഗത്തിന്റെ ആരംഭത്തിലാണ് വെക്കാറ്. അത് നവപാഷാണം കൊണ്ടാണ് വെക്കുന്നത്. 9 വിഷമാണ്. 9 വിഷം കൂടി ചിലപ്പോൾ ഔഷധമായിട്ട് മാറും. അപ്പൊ അദ്ദേഹം ആ സമയത്ത് ഒരു ഐതിഹ്യമുണ്ട്. അദ്ദേഹം ഒരുപാട് സിദ്ധന്മാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. എന്നിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ചൈന ബന്ധമൊക്കെ നമുക്ക് സംസാരിക്കാം അടുത്തതിൽ. അപ്പൊ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ അതോടൊപ്പം അദ്ദേഹം വേറൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. ആ വിഗ്രഹം പഴനിമലയുടെ ഉള്ളില് വേറെ ഗുഹയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ആദ്യം കിട്ടുന്ന മെസ്സേജ്. ആ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് ഡാർക്ക് മാറ്റർ കൊണ്ടാണ്. അപ്പൊ എന്താണ് ഡാർക്ക് മാറ്റർ, എന്താണ് ഡാർക്ക് എനർജി എന്നുള്ള ഒരു ഇത് വരും. അപ്പൊ ഈ ഡാർക്ക് എനർജി നമുക്കറിയാം, നമ്മളെല്ലാം മാറ്റർ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇതെല്ലാം കൂടി ചേരും. ബാക്കിയൊക്കെ ഡാർക്ക് മാറ്റർ 27% ഡാർക്ക് എനർജി 60, അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്.
അത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതായത് ഉം. പ്രകാശം കാണിക്കില്ല. അതുകൊണ്ടാണ് അതൊരു ഡാർക്ക് മാറ്റർ. പക്ഷെ ഈ ഒരു ഡാർക്ക് എനർജിക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അന്നത്തെ കുമാരികാണ്ഡത്തിന്റെ സമയത്ത് അത് അവിടുത്തെ ആൾക്കാർക്ക് അറിയായിരുന്നു. ഇപ്പൊ സയൻസ് അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യൂസ് ഉം. ചെയ്യുകയാണെങ്കിൽ ആന്റി ഗ്രാവിറ്റിയാണ്. അപ്പൊ ലോകാന്തര യാത്രകൾക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ അങ്ങ് ഓ ചോദിച്ച ചോദ്യത്തിന് അത് കണ്ടുപിടിച്ചാൽ അത് വളരെ വളരെ എളുപ്പത്തിൽ യാത്രകൾ സഞ്ചരിക്കാൻ പറ്റും. കാരണം അത് ആന്റി ഗ്രാവിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് സയൻസ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ അവർക്ക് ആ കാലഘട്ടത്തിൽ അത് അറിയണ്ടായിരിക്കാം. അവരത് യൂസ് ചെയ്തിരിക്കാം. ആ യൂസ് ചെയ്തിട്ട് അവർക്ക് ഈ പറഞ്ഞ യാത്രകൾ അങ്ങനെയാവും നടത്തിയിട്ടുണ്ടാവുക. അല്ല, അവിടെയാണെങ്കിൽ സാധാരണക്കാരൻ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നിൽ നിന്ന് അടുത്ത പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കാം. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം. സാധാരണ ഒരു പ്രേക്ഷകന്റെ തലത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വികസിച്ച ഇപ്പൊ നമ്മളിപ്പോ സൂര്യനിലേക്ക് ആദിത്യം അയക്കുന്നു, സൂര്യന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. മൂണിലേക്ക് നമ്മൾ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ, സൗത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ എത്രയോ തവണ നടത്തിയിട്ട് അവസാനം ഇന്ത്യയാണ് അവിടെ ഫസ്റ്റ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചൊവ്വയിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നതേ ഉള്ളൂ. ഇപ്പോ ഗഗൻയാൻ പദ്ധതികൾ നടക്കുന്നേ ഉള്ളൂ. ലഡാക്കിൽ അതിന്റെ താവളമൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ടെങ്കിൽ അത് എവിടെയാണ് നമുക്ക് കൈമോശം വന്നത്? അപ്പൊ താങ്കൾ പറയുന്ന അതാണ് ഇങ്ങനെ ഒരു സാധനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതെന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് വന്നില്ല? അപ്പോൾ ഇത് ചില ആൾക്കാർ ഇത് കളിയാക്കലിന്റെ രീതിയിൽ ചോദിക്കാം. കാരണം ഈ പുള്ളി പറയുന്നതിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഒരു ശാസ്ത്രമുണ്ടല്ലോ, നമുക്ക് ഭാവിയിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ ഒരു 100 കൊല്ലം കഴിഞ്ഞാലും പനി വന്നാൽ പാരസിറ്റമോൾ തിന്നണം എന്നുള്ളൊരു സാധനം നമുക്ക് കൈമോശം വന്നു പോകില്ല, ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ ഇത് എത്രയോ മുകളിലാണ്. നമുക്ക് ഇപ്പോഴും അറിയാം, നമ്മൾ ഒരു 1000 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നിന്ന നിപ്പിൽ ചൊവ്വയിലേക്കൊക്കെ ചിലപ്പോൾ പോകാൻ പറ്റിയേക്കാമെന്ന്. അപ്പൊ നമ്മൾ ഇത്രയും ഇയേഴ്സ് ബാക്ക് ഈ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് നമുക്ക് ക്യാരി ചെയ്ത് ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചില്ല? ഓക്കെ. നമുക്കൊരു ചരിത്രമുണ്ട്. അത് ഉം, പ്രളയത്തിന് ശേഷമുള്ള ചരിത്രമാണ്. ഉം, ഉം, പ്രളയത്തിന് മുമ്പുള്ള ചരിത്രം നമുക്കറിയില്ല. ഉം. നമുക്ക് മിസ്സാണ്. ആ ഒരു ഓക്കെ. പ്രളയത്തിന് മുമ്പ് ഒരു വലിയൊരു ചരിത്രം നമുക്ക് കിടക്കുന്നുണ്ട്. അതിനു ഉം, മുമ്പ് ഉം, ഉം. വേറൊരു പ്രളയത്തിന് അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഓ. അതുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ ഓരോ യുഗങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഓരോ ഉം, ഉം, പ്രളയത്തിന്റെ സമയത്തും ആ ചരിത്രങ്ങള് എല്ലാം തുടച്ചു നീക്കപ്പെടുകയാണ്. പിന്നെ എല്ലാം വീണ്ടും ആരംഭിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി ഞാൻ സെർച്ച് ചെയ്ത് അറിയാം. ഒരാൾ ഇതിനെ ഉം, കുറിച്ചിട്ട് ഗവേഷണം നടത്തി ഓരോ സ്ഥലങ്ങളിൽ ഇന്തോനേഷ്യ അങ്ങനെയൊക്കെ പോയിട്ട് പ്രളയത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലുണ്ട്. എനിക്ക് പേര് ഉം, പറഞ്ഞു. ഉം, ഉം, അപ്പൊ അങ്ങനെ ചില ആൾക്കാരുണ്ട് ഗവേഷണം നടത്തുന്ന, സയൻസ് ശാസ്ത്രീയമായ ഗവേഷണം നടത്തുന്ന ആൾക്കാർ. ഒരു പ്രളയത്തിന് മുമ്പുള്ള ഒരു ഹിസ്റ്ററി, ആ ഹിസ്റ്ററി നമുക്ക് മിസ്സാണ്. പ്രളയത്തിന് ഉം, ശേഷം വീണ്ടും ആരംഭിച്ച ഹിസ്റ്ററി മാത്രം നമുക്കറിയുള്ളൂ. ഇതിന്റെ ഈ ഹിസ്റ്ററിയിലേക്കുള്ള, ആ പഴയ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മുടെ കുമാരികാണ്ഡം. ഈ കുമാരികാണ്ഡത്തിനെ നമ്മൾ തൊട്ട് തുടങ്ങി മനസ്സിലാക്കി തുടങ്ങിയ മെല്ലെ നമുക്ക് ആ പ്രളയത്തിന് മുമ്പുള്ള ചരിത്രത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഉം. കുമാരികാണ്ഡത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ട് ക്യാരി ചെയ്ത് വന്നില്ല എന്ന് പറയും. നാളെ നമ്മുടെ കാലം കഴിഞ്ഞിട്ട് ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാവും ഉണ്ടാവും. അവിടുന്ന് വേറൊരെണ്ണം ആരംഭിക്കുക. അത് അങ്ങനെ തുടർന്ന് പോവും. അത് നമ്മളിപ്പോ പല ഗ്രഹങ്ങളിലും ജീവികൾ ഉണ്ടായിരുന്നു, പിന്നെ നശിച്ചു പോയി എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങ് പറഞ്ഞ ഗ്രഹം തന്നെ, പ്ലാനറ്റ് തന്നെ ഒരു കാലത്ത് മനുഷ്യവാസം ജീവികൾ ഉണ്ടായിരുന്നു, നശിച്ചു പോയതാന്ന് ഉം. പറയുന്നത്. അപ്പൊ അതങ്ങനെ എല്ലാവരും സംഭവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു നഷ്ടപ്പെടലുകൾ നമുക്ക് ഈ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രളയത്തിന് ഉം. മുമ്പും ശേഷവും. ആ ചരിത്രം അവിടെ മിസ്സാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റാത്തത്. ഇനി അടുത്തൊരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉം. നമുക്ക് ചില നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ പറയാം. ഇപ്പൊ നമ്മൾ ഉം. ഉം. വേറൊന്ന് വേം ഹോൾ എന്ന് പറയണം. വേം ഹോളിനെ കുറിച്ച്, ബ്ലാക്ക് ഹോളിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഈ ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് അതെ. ഹോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വലിച്ചെടുക്കുക, പ്രകാശത്തിനും പോലും പുറത്തു വിടാൻ പറ്റാത്ത ഒരു അതെ ആണ്. ഇതാണെന്നാ പറയാം. അത് അത് പിന്നെ വേം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് അംഗീകരിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് നിന്ന് ഉം. വേറെ സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യാൻ, എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് അതെ, നേരിട്ട് അതെ, അതെ. ഒരു നമ്മുടെ ഇന്റർസ്റ്റെല്ലർ സിനിമയിൽ അത് ഭംഗിയായിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ പടം കാണേണ്ട ഉം. ഒരു ഉം. പടമാണ്. ഉം. പെർഫെക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ സംഭവം പറയണത് നമ്മൾ ഒരാളുടെ കഥ ഒന്ന് ആലോചിച്ചാൽ മതി. രാമാനുജൻ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ച് നമ്മൾ യെസ്. ലോകം മുഴുവൻ അറിയപ്പെട്ട മാത്തമാറ്റിക്സ്, 32 വയസ്സ് വരെ യെസ്. ജീവിച്ചിട്ടുള്ളൂ സി.വി. അദ്ദേഹം രാമാനുജൻ. ജീവിച്ചത്. ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അയാൾ ഒരു സെക്കൻഡ് കൊണ്ട് എഴുതും. അദ്ദേഹം ഒരു ഉം. സെക്കൻഡ് ഉം. കൊണ്ട് എഴുതും. പക്ഷെ എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് ആൾക്കറിയില്ല. അതാണ്. അപ്പൊ ഉം. എല്ലാവരും ഉം. ചോദിക്കും ഇത് എങ്ങനെ ഉത്തരം കിട്ടി, പക്ഷെ ഉത്തരം കറക്റ്റാ, പക്ഷെ വഴി അറിയില്ല. അപ്പൊ അദ്ദേഹം അവസാനം അയാൾ കുറെ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രൊഫസറോട് പറയും, ഞാൻ സത്യം കുറെ ആൾ കഴിഞ്ഞ് പറയും, സത്യം പറഞ്ഞാൽ ഉം. വിശ്വസിക്കില്ല, എന്താ കാരണം ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് ഈ ഉത്തരം പറഞ്ഞു തന്നത് എന്റെ ഗ്രാമത്തിലെ ദൈവമാണ്. ഉം. ഉം. അങ്ങനെയാണ് ഉം. എനിക്ക് ഉത്തരം കിട്ടുന്നത്.
അപ്പൊ പ്രൊഫസർ പറയും നിന്നെ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നിന്നെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ അംഗീകരിക്കണം എന്ന് പറയും. അപ്പൊ ഇത് ദി മാൻ ഹൂ സോ ദ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പടമുണ്ട് ഇദ്ദേഹത്തെ ജീവിച്ചത്. അതിൽ ഭംഗിയായിട്ട് കാണിക്കില്ല. ഇദ്ദേഹം മരിക്കണ കാലത്ത് ഇദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരും. വളരെ ചെറുപ്പത്തിലെ മരിക്കും. അതായത് അധികം മരിക്കില്ല. പിന്നെ ഒരു 1919 അദ്ദേഹം മരിക്കുന്നത്. പിന്നെ ഒരു കുറെ കാലം കഴിഞ്ഞ് 10-70 കൊല്ലം കഴിഞ്ഞിട്ട് ഡെത്ത് ബെഡ് തിയറി എന്ന് പറയും. അദ്ദേഹം മരിച്ച അതിൽ കുറെ കണക്കുകൾ കണ്ടെടുക്കപ്പെട്ടു. പിന്നെ അതിൽ ഗവേഷണം നടത്തി 10-20 കൊല്ലം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കണക്കുകളൊക്കെ ബ്ലാക്ക് ഹോളിന്റെ കണക്കുകളായിരുന്നു. ബ്ലാക്ക് ഹോളിനെ കുറിച്ചാണ് 1919 സയൻസ് ഇത് കണ്ടുപിടിച്ചിട്ടില്ല ബ്ലാക്ക് ഹോൾ എന്താന്ന്. ഇപ്പൊ നാസ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളൊരു 3 കൊല്ലം മുമ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ബ്ലാക്ക് ഹോളിൽ. അന്ന് അറിയില്ല. പക്ഷെ അന്ന് ഇദ്ദേഹം ബ്ലാക്ക് ഹോളിന്റെ കണക്കുകൾ എഴുതി വെച്ചു. അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഗോഡ് ദൈവം പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ഇത് എങ്ങനെ ആ സാധനം കടന്നു വന്നൊരു സയൻസിനെ കവർ ചെയ്ത് പോയി ഒരു ഉഷനിലേക്ക് എത്തി. അപ്പൊ ഇത്തരം ചില സംഭവങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റും. നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങള് നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജിയെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ വിജയിക്കും. ആ വിജയം ഭൂമിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. അത് നമുക്ക് ഇനി അടുത്ത കാലത്ത് കാണാൻ പറ്റാവുന്ന ഒരു സംഗതി. ഭൂമിയുടെ ഊർജ്ജമായിട്ട് അത് മാറും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.